പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് എനോക്ക്. ഞാൻ കോയമ്പത്തൂർ ആണ്, സായിബാബ കോളനി ഇടവക. ഐ എം നോട്ട് എ ഗുഡ് സ്പീക്കർ. അത് കാരണം സ്പീച്ച് കുറച്ച് ഫോർമലും ഇൻഫോർമലായിരിക്കും. സോ പ്ലീസ് സ്റ്റേ വിത്ത് ഇറ്റ്. പിന്നെ ഞാനിവിടെ വന്നിട്ട് 2 കാര്യമാണ് പഠിച്ചത്. കുറേ കാര്യം പഠിച്ചു, പക്ഷേ അത് പുറത്ത് പറയാൻ പറ്റില്ല. 2 കാര്യം ഞാൻ പറയാം. ഫസ്റ്റ് ഞാൻ ധ്യാനത്തിന് പോയത് ഡിവൈനിലാണ്. സോ അവിടെ നിന്ന് ഞാൻ പഠിച്ച ഒരേ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ധ്യാനത്തിന് പോകുമ്പോൾ അവിടെ ഫുഡ് എങ്ങനത്തെ ഫുഡാണ് കിട്ടുക, വെജാണോ നോൺ വെജാണോ, അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് വരുന്നവർ പോകുന്നവരുടെ അടുത്തൊക്കെ എല്ലാവരും ഞാൻ ചോദിക്കും, അത് കമ്പൽസറി ആയിട്ട് ചോദിക്കും. സോ ഇവിടെ വന്നിട്ട് നമ്മുടെ ജോൺ സാറുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തത്, പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ അതൊന്നല്ല മുഖ്യം. സാറിൻ്റെ ക്ലാസ് എപ്പോൾ ഉണ്ടാവും, ആ സാറിൻ്റെ ക്ലാസ് ഇരുന്ന് ഫുള്ളാக കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്താൽ അതാണ് എൻ്റെ ഫസ്റ്റ് ഇത്. ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ലഞ്ചിൻ്റെ കാര്യമൊക്കെ ഞാൻ മറന്നു, അതാണ്. പിന്നെ സെക്കൻഡ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എനിക്ക് ഒരു കാര്യം ഇഷ്ടമില്ല എന്ന് വെച്ചാൽ അത് ഇഷ്ടമില്ല, അത് അവിടെ തന്നെ നിൽക്കും. അത് ഞാൻ ഇഷ്ടമില്ല, അത് എന്ത് കാരണം കൊണ്ടൊന്നും ഞാൻ ഇതുവരെയ്ക്കും ആരുടെ അടുത്ത് പറയില്ല. പക്ഷേ ഞാൻ ഫസ്റ്റ് ജെൻഡർ ഈക്വാലിറ്റി, അതായത് ജെൻഡർ മാറുന്നതിലിരുന്നും സോ അതിൽ ഞാൻ കുറേ സ്പീച്ചസൊക്കെ എൻ്റെ സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട്. സോ അത് ഫസ്റ്റിലിരുന്നേ ഞാൻ അവോയ്ഡ് ചെയ്യാറുണ്ട്. അങ്ങനെ സ്പീച്ചസൊക്കെ അവർ തരുമ്പോൾ ഞാൻ അവോയ്ഡ് ചെയ്യാറുണ്ട്. പക്ഷേ അത് ഞാൻ ഐ ഡോണ്ട് ലൈക്ക് ടു എക്സ്പ്ലെയിൻ ഇറ്റ്. അത് കാരണം അങ്ങനത്തെ സ്പീച്ചസൊക്കെ എനിക്ക് തരുമ്പോൾ ഞാൻ അവോയ്ഡ് ചെയ്യും. പക്ഷേ ഇപ്പോൾ സാർ എനിക്ക് വന്നിട്ട് അത് എന്ത് കാരണം കൊണ്ട് അത് ഞാൻ വേണ്ടാന്ന് വെക്കണം. ഓക്കെ, എന്ത് കാരണം, അത് I can get a full correct explanation. ആ സാർ പറഞ്ഞതിൽ എനിക്ക് മനസ്സിലായി ജീവിതം എന്താണ്, ബോഡി എന്താണ്, സ്പിരിറ്റ് എന്താണ്, ലൈഫ് എന്താണ്. ഐ ക്യാൻ ഗെറ്റ് ഇൻ 1 ലൈൻ, ഇതാണ് എനിക്ക് വേണ്ട, ഇതെനിക്ക് വേണ്ട. അങ്ങനെയെന്ന് എനിക്ക് കിട്ടിയത് സാറിൻ്റെ അടുത്തിരുന്ന് മാത്രമാണ്. പിന്നെ ഇനിയൊരു കാര്യം ഓപ്പണായിട്ട് പറയാനുള്ളത്, ഞാൻ ഇതുവരെയ്ക്കും കൺഫെഷൻ ചെയ്യുമ്പോൾ കരഞ്ഞ് കൺഫെഷൻ ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഫസ്റ്റ് ടൈം കരഞ്ഞ് കൺഫെസ് ചെയ്തത്. അതിന് സാറിന് താങ്ക് യു, പിന്നെ ജീസസിന് താങ്ക് യു, പിന്നെ എല്ലാവർക്കും താങ്ക് യു.